ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം ഹിസ്റ്റോറിയോഗ്രഫി ബേസ്ഡ് ആണ്. ഇമ്പാക്റ്റ് ഓഫ് റിനൈസൻസ് ഇൻ ഹിസ്റ്റോറിയോഗ്രഫി. ഹിസ്റ്റോറിയോഗ്രഫിയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സ്വാധീനം എന്താണ്? അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നവോത്ഥാനം ഹിസ്റ്റോറിയോഗ്രഫി അല്ലെങ്കിൽ ചരിത്ര രചനയുടെ രീതിശാസ്ത്രത്തെ സ്വാധീനിച്ചത് എന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം എങ്ങനെ ചരിത്രരചനയെ അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രഫിയെ സ്വാധീനിച്ചു എന്ന് പറയുന്നതിന് മുൻപായി എന്താണ് നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. What is Renaissance? Renaissance means rebirth or re-awakening. റീബർത്ത് എന്നോ റീഅവേക്കനിങ്ങോ അതുമല്ലെങ്കിൽ റിവൈവൽ എന്നോ ഒക്കെ നമുക്ക് പറയാം. അതായത് പുനരുജ്ജീവനം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്തിന്റെ പുനരുജ്ജീവനമാണ് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് 14-ാം നൂറ്റാണ്ട് മുതൽ യൂറോപ്യൻ ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുകയുണ്ടായി. സ്കോളാസ്റ്റിസിസം എന്ന പൊതുനാമത്തിൽ അറിയപ്പെട്ടിരുന്ന മധ്യകാല വിദ്യാഭ്യാസം, മിഡീവൽ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസം പതുക്കെ അന്വേഷണാത്മകതയ്ക്ക് വഴിയൊരുക്കുകയുണ്ടായി. വിശാലമായ മനോഭാവത്തിലാണ് പിന്നീടുള്ള പഠനം നടന്നത്. അതുവരെയുള്ള പുരോഹിതന്മാരും ചർച്ചും ട്രഡീഷൻസും ഒക്കെ നിശ്ചയിച്ചിരുന്ന ഇടുങ്ങിയ പരിമിതികളുള്ള നിയന്ത്രിതമായിട്ടുള്ള ഒരു പഠനത്തിൽ നിന്നും വളരെ വിശാലമായ ഒരു മനോഭാവത്തിൽ ആണ് പിന്നീടുള്ള പഠനങ്ങൾ നടന്നത്. അപ്പൊ ഈ ഒരു പുതിയ പഠനത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഗ്രീക്ക് റോമൻ ക്ലാസിക്കുകൾക്കായിട്ടുള്ള വളരെ ആകാംക്ഷയോടെയുള്ള തിരയലും ആവേശകരമായിട്ടുള്ള പഠനവുമായിരുന്നു. ക്ലാസിക്കുകൾ പഠിക്കുക മാത്രമല്ല, പൂർവികരുടെ സംസ്കാരം അനുകരിക്കാൻ ബോധപൂർവമായ ഒരു ശ്രമം നടത്തുകയും ചെയ്തു. മതപരമായ എല്ലാത്തിനെയും യുക്തിപരമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കുകയുണ്ടായി. അല്ലെങ്കിൽ യുക്തിയുടെ പരിശോധന മതപരമായ എല്ലാത്തിനും ബാധകമാക്കി. തെളിയിക്കാൻ കഴിയാത്ത ഒന്നും വിശ്വാസ്യയോഗ്യമല്ല എന്ന ഒരു ചിന്താഗതി ഉയർന്നു വന്നു. പാശ്ചാത്യ മനുഷ്യന്റെ ചിന്തയിലും അഭിരുചികളിലുമുള്ള ഈ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം ഹ്യൂമാനിസം എന്ന പേരിൽ അറിയപ്പെടുകയും ഇത്തരത്തിൽ പുതിയ പഠനത്തിലേക്ക് കടന്ന എല്ലാവരെയും ഹ്യൂമാനിസ്റ്റുകൾ എന്ന് വിളിക്കുകയും ചെയ്തു. ഈ ഹ്യൂമാനിസ്റ്റുകൾ അല്ലെങ്കിൽ അവരെ നമുക്ക് മാനവികവാദികൾ എന്ന് വിളിക്കാം. ഇവർ അമാനുഷികതയെ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാത്തിനെയും നിരസിക്കുകയും ഈവൻ ഗോഡ് നിരസിക്കുകയും മനുഷ്യനെയും മനുഷ്യന്റെ താല്പര്യങ്ങളെയും മനുഷ്യന്റെ മനസ്സിനും പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. അപ്പൊ അവിടെ ഹ്യൂമാനിസത്തിൽ പ്രാധാന്യം എന്ന് പറയുന്നത്, ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സിനാണ് അല്ലെങ്കിൽ മനുഷ്യനാണ്. മനുഷ്യന്റെ പ്രവൃത്തികൾ, മനുഷ്യന്റെ മനസ്സ്, മനുഷ്യന്റെ താല്പര്യങ്ങൾ. അപ്പൊ ഇതെല്ലാമാണ് ഹ്യൂമാനിസത്തിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കേന്ദ്രം എന്ന് പറയുന്നത്. റിനൈസൻസ് കാലഘട്ടത്തിൽ ലിറ്ററേച്ചറിനും ആർക്കിടെക്ചറിനും സ്കൾപ്ചറിനും പെയിന്റിങ്ങിനും മ്യൂസിക്കിനുമൊക്കെ ഒരു പ്രത്യേക പ്രാധാന്യം കൈവന്നു. ഇവയൊക്കെ പഠിക്കാനും ആസ്വദിക്കാനുമുള്ള ഒരു ടെൻഡൻസി ജനങ്ങളിൽ ഉടലെടുത്തു. അപ്പൊ ഈ റിനൈസൻസ് പ്രസ്ഥാനം
അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം ആവിർഭവിച്ചത് യൂറോപ്പിന്റെ സ്കൂൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന റിനൈസൻസിന്റെ ഹോംലാൻഡ് ഇറ്റലിയിൽ ആണ്. The Renaissance was a period in European history between 14th and 17th centuries. 14ാം നൂറ്റാണ്ടിനും 17ാം നൂറ്റാണ്ടിനും ഇടയിൽ യൂറോപ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഏടാണ്, അല്ലെങ്കിൽ ഒരു പീരീഡാണ്, ഒരു കാലഘട്ടമാണ് റിനൈസൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നവോത്ഥാന പ്രസ്ഥാനമാണ് മോഡേൺ ഏജിന് അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലേക്ക് വഴിതെളിച്ചത്, അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ റിനൈസൻസ് ആണ്. ചുരുക്കം പറഞ്ഞാൽ the Renaissance was the most basic revolution in the history of Western man. പാശ്ചാത്യ മനുഷ്യന്റെ ചരിത്രത്തിലെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു റിനൈസൻസ് എന്ന് പറയാം. മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള, അല്ലെങ്കിൽ മിഡീവൽ ഏജിൽ നിന്നും മോഡേൺ ഏജിലേക്കുള്ള ഒരു ട്രാൻസിഷൻ ആയിരുന്നു, ഒരു മാറ്റമായിരുന്നു റിനൈസൻസ് കൊണ്ട് വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ മധ്യകാലഘട്ടത്തിന്റെയും മോഡേൺ കാലഘട്ടത്തിന്റെയും ചരിത്ര രചനകൾ തമ്മിലുള്ള ആ ഒരു അന്തരം എങ്ങനെ അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. മിഡീവൽ ഹിസ്റ്റോറിയോഗ്രഫിയില് അല്ലെങ്കിൽ മിഡീവൽ കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ് വാസ് നോൺ ആസ് എ ഹാൻഡ് മെയ്ഡ് ഓഫ് റിലീജിയൻ. അപ്പം റിലീജിയനുമായിട്ട് വളരെ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം മിഡീവൽ കാലഘട്ടത്തിലെ ചരിത്രരചനയ്ക്ക് ഉണ്ടായിരുന്നു. ഷോയിങ് ഇൻട്രസ്റ്റ് ഇൻ ദി അതർ വേൾഡ്ലി ആൻഡ് ആഫ്റ്റർ ലൈഫ് അഫയേഴ്സ്. അതായത് മരണാനന്തരമുള്ള ലൈഫ്, ആഫ്റ്റർ ലൈഫ്. അപ്പൊ അതുപോലെ ഗോഡുമായിട്ട് അല്ലെങ്കിൽ മതപരമായിട്ടുള്ള ഐഡിയോളജീസ് അല്ലെങ്കിൽ ആശയങ്ങൾ കൂടുതലായിട്ട് ഈ മിഡീവൽ ഹിസ്റ്റോറിയോഗ്രാഫിയിലെ ചരിത്ര രചനകളിൽ കണ്ടുവന്നിരുന്നു. എന്നാൽ അതേസമയം മോഡേൺ ഹിസ്റ്റോറിയോഗ്രഫിയിൽ മോഡേൺ ടൈംസ് ആർ ഓഫൺ കൺസിഡേർഡ് ടു ഹാവ് ബിഗൺ വിത്ത് ദി റിനൈസൻസ്. മോഡേൺ ഹിസ്റ്റോറിയോഗ്രഫി ആരംഭിക്കുന്നത് റിനൈസൻസോട് കൂടിയാണ്, നവോത്ഥാനത്തോടു കൂടിയാണ്. ഈ റിലീജിയോ കൾച്ചറൽ മൂവ്മെന്റ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫിയുടെ ഇനാഗുറേഷന് വഴിതെളിച്ചു എന്നുള്ളതാണ്. റിനൈസൻസ് എമാൻസിപ്പേറ്റഡ് വെസ്റ്റേൺ തോട്ട് ഫ്രം ദി മിഡീവൽ ക്രിസ്ത്യൻ തിയോളജിക്കൽ ഷാക്കിൾസ്. അതായത് ഈ മഹത്തായ സൃഷ്ടിപരമായ റിനൈസൻസ് എന്ന പ്രസ്ഥാനം പാശ്ചാത്യ ചിന്തയെ മധ്യകാല ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിന്റെ തിയോളജിയുടെ ചങ്ങലകളിൽ നിന്ന് മോചിപ്പിച്ചു. During Renaissance period, historical thought once more placed man in the center of its picture. നവോത്ഥാന കാലഘട്ടത്തിൽ ഹിസ്റ്റോറിക്കൽ തോട്ട്, ചരിത്രപരമായിട്ടുള്ള ചിന്താഗതിയിൽ അല്ലെങ്കിൽ ചരിത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മനുഷ്യൻ മാറുകയുണ്ടായി. അവിടെ അതുവരെ ഗോഡിനും ആഫ്റ്റർ ലൈഫിനും സൂപ്പർ നാച്ചുറൽ പവേഴ്സിനും അതർ വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്കും ഒക്കെ നൽകിയിരുന്ന ഇമ്പോർട്ടൻസ് അതോടെ നിലയ്ക്കുകയും അതിനു പകരം മനുഷ്യനും അവന്റെ പ്രവൃത്തികൾക്കും അവന്റെ താല്പര്യങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുകയും ചെയ്തു. സോ മോഡേൺ ഹിസ്റ്റോറിയോഗ്രഫി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹ്യൂമാനിസം. അപ്പൊ മാനവികതയാണ് മോഡേൺ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആധുനിക ചരിത്ര രചനയെ സ്വാധീനിച്ച ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഹ്യൂമാനിസമാണ്. മറ്റൊന്ന് റീസൺ ആണ്, യുക്തി. അതാണ് മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. ഹിസ്റ്റോറിയൻസ് ഓഫ് റിനൈസൻസ് പീരീഡ് ഡിസ്പ്ലേഡ് എസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ ഹിസ്റ്റോറിയൻ, നെയിംലി ക്രിട്ടിക്കൽ സ്പിരിറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് ആറ്റിറ്റ്യൂഡ്. റിനൈസൻസ് കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർക്ക് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ അവരുടെ ഗുണം എന്ന് പറയുന്നത് ഒന്ന് ക്രിട്ടിക്കൽ സ്പിരിറ്റ് ആണ്. എന്തിനേയും
എന്താണ് വിമർശനാത്മകമായിട്ട് സമീപിക്കുക എന്നുള്ള ഒരു സ്വഭാവവും ഒരു ക്വാളിറ്റിയും, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ആറ്റിറ്റ്യൂഡ്, അതായത് ചരിത്രത്തിലെ വസ്തുതകളെ വളരെ ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ സമീപിക്കുകയും അതുപോലെ തന്നെ അതിനെ വിശകലനം ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുക എന്ന ഒന്നും ഈ റിനൈസൻസ് കാലഘട്ടത്തിലെ ഹിസ്റ്റോറിയൻസിന്റെ ഒരു ഗുണം ആയിരുന്നു. അപ്പോൾ ഹ്യൂമാനിസം എന്ന് പറയുന്നതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു നവോത്ഥാന കാലഘട്ടത്തിൽ. മാനവികതയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഹ്യൂമാനിസ്റ്റുകൾ ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് മനുഷ്യനാണ്. നമ്മൾ ആൾറെഡി പറഞ്ഞു. പരലോക ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കാൾ ഇവിടെ ഭൂമിയിലെ ജീവിതത്തിന്റെ പരിഷ്കരണം ആണ് ഹ്യൂമാനിസ്റ്റുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 15-ാം നൂറ്റാണ്ടിൽ മാനവിക പ്രസ്ഥാനങ്ങൾ അതിന്റെ പാരമ്യത്തിൽ എത്തുകയുണ്ടായി. അപ്പൊ ഇതാണ് പിന്നീട് നവോത്ഥാന കാലഘട്ടത്തിന്റെ ആരംഭം കുറിച്ചത്. അതായത് ദ ഹ്യൂമാനിസ്റ്റ് മൂവ്മെന്റ്സ് റീച്ച്ഡ് ഇറ്റ്സ് ക്ലൈമാക്സ് ഇൻ ദ 15th century വിച്ച് അഷേർഡ് ഇൻ ദി റിനൈസൻസ്. അപ്പോൾ ഹ്യൂമാനിസ്റ്റ് മൂവ്മെന്റ് അതിന്റെ പാരമ്യത്തിൽ എത്തുകയും പിന്നീട് അത് നവോത്ഥാന കാലഘട്ടത്തിന്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. പാശ്ചാത്യ മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിപ്ലവമായിരുന്നു നവോത്ഥാനം എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ മഹത്തായ സൃഷ്ടിപരമായിട്ടുള്ള പ്രസ്ഥാനം പാശ്ചാത്യ ചിന്തയെ മധ്യകാല ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിന്റെ ചങ്ങലകളിൽ നിന്നും മോചിപ്പിക്കുകയും തികച്ചും പുതിയൊരു കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ ഒരു വീക്ഷണത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ മനുഷ്യന്റെ പരിമിതിയില്ലാത്ത കഴിവുകളിൽ ഒരു പുതിയ ആത്മവിശ്വാസം ഈ ഹ്യൂമാനിസത്തിന്റെ അല്ലെങ്കിൽ മാനവികതയുടെ വരവോടുകൂടി ഉണ്ടായി. ഇനി ഇമ്പാക്ട് ഓഫ് റിനൈസൻസ് ഓൺ ഹിസ്റ്റോറിയോഗ്രഫി. എന്താണ് നവോത്ഥാന പ്രസ്ഥാനം ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഉണ്ടാക്കിയ ആ ഒരു സ്വാധീനം എന്താണ്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഹ്യൂമാനിസ്റ്റിക് വ്യൂ ഓഫ് ഹിസ്റ്ററിയാണ്. മാനവിക വീക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മാനവിക വീക്ഷണം, ചരിത്രത്തിന്റെ മാനവിക വീക്ഷണം. ഹിസ്റ്റോറിക്കൽ തോട്ട് പ്ലേസ്ഡ് മാൻ അറ്റ് ദ സെന്റർ ഓഫ് ഇറ്റ്സ് പിക്ചർ. ഹിസ്റ്റോറിക്കൽ തോട്ട് മനുഷ്യനെ അതിന്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി എന്നുള്ളതാണ്, അല്ലെങ്കിൽ മനുഷ്യന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളതാണ്. മനുഷ്യരോടും ലോകത്തോടുമുള്ള പുതിയ താല്പര്യം ചരിത്രപരമായ പഠനങ്ങളുടെ പുനരുജ്ജീവനത്തിനും അതുപോലെ തന്നെ പുനഃക്രമീകരണത്തിനും കാരണമായി. ചരിത്രത്തെക്കുറിച്ചുള്ള മാനവിക വീക്ഷണത്തിലേക്ക് ഒരു തിരിച്ചുവരവാണ് ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ നടത്തിയത്. അപ്പോൾ ക്ലാസിക്കൽ കാലഘട്ടത്തിലെ ഗ്രീക്കോ റോമൻ വീക്ഷണമായ ഹ്യൂമാനിസം എന്ന് പറയുന്നത് ഈ നവോത്ഥാന കാലഘട്ടത്തിൽ തിരിച്ചു വരികയുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ചരിത്രപരമായിട്ടുള്ള ചിന്ത മനുഷ്യനെ ഒരിക്കൽ കൂടി അതിൻ്റെ കേന്ദ്ര ബിന്ദുവാക്കി മാറ്റി. ചരിത്രത്തിന്റെ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനം അല്ലെങ്കിൽ തിയോളജിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി വാസ് ബെറീഡ് ഡീപ്പ്. അപ്പൊ അത് ഇല്ലാതെയായി ചരിത്രത്തിൽ നിന്ന്. ചരിത്രത്തെ ദൈവശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നത് അവസാനിച്ചു. പകരം അവിടെ മനുഷ്യന് ഇമ്പോർട്ടൻസ് വന്നു. സൂപ്പർ നാച്ചുറൽ എലമെന്റ് വെന്റ് ഔട്ട് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി. ഹിസ്റ്റോറിയോഗ്രാഫിയിൽ നിന്ന് അമാനുഷികമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ പുറത്തുപോയി. സെക്കൻഡ് വൺ, ഹ്യൂമാനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി ഓർ റിനൈസൻസ് ഹിസ്റ്റോറിയോഗ്രഫി. Developed humanistic historiography in Florence under the stimulus of Leonardo Bruni to celebrate the glories of Florence. ലിയനാർഡോ ബ്രൂണിയുടെ
നേതൃത്വത്തിൽ ഫ്ലോറൻസിൽ ആരംഭിച്ച ഹ്യൂമാനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി അത് ലക്ഷ്യമാക്കിയത് ഫ്ലോറൻസിന്റെ ചരിത്രം അല്ലെങ്കിൽ ഫ്ലോറൻസിന്റെ മഹത്വം ആഘോഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫ്ലോറൻസിന്റെ മഹത്വപൂർണമായിട്ടുള്ള ചരിത്രം രചിക്കപ്പെടുക, അത് ലോകത്തെ അറിയിക്കുക, അല്ലെങ്കിൽ അതിനൊരു പ്രചാരം നൽകുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതാണ് ഫ്ലോറൻസിലെ ഹ്യൂമാനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത്. അത് ലിയനാർഡോ ബ്രൂണിയാണ് അതിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ആരംഭം കുറിച്ചത്. അതർ ഗവൺമെന്റ്സ് ഇൻ ഇറ്റലി ഓൾസോ എംപ്ലോയിഡ് ഹ്യൂമാനിസ്റ്റ് ആസ് ഒഫീഷ്യൽ ഹിസ്റ്റോറിയൻസ് ഫോർ സെയിം റിസൾട്ട്. അപ്പൊ ലിയനാർഡോ ബ്രൂണിയുടെ ഹ്യൂമാനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി ഒരു വലിയ വിജയമായി മാറിയതോടുകൂടി ഇറ്റലിയിലെ മറ്റ് സർക്കാരുകളും ഇതേ ഫലം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് ഹ്യൂമാനിസ്റ്റുകളെ അല്ലെങ്കിൽ മാനവികവാദികളെ ഔദ്യോഗിക ചരിത്രകാരന്മാരായിട്ട് നിയമിക്കുകയുണ്ടായി ചരിത്ര രചനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ പുതിയ മാനവിക ചരിത്ര രചന ഒരു പുതിയ ഒരു ഉണർവിലേക്ക് എത്തിച്ചേരുകയുണ്ടായി. തേർഡ് വൺ എന്ന് പറയുന്നത് ആൻ ഇൻട്രസ്റ്റ് ഇൻ ദി ഷീർ പാസ്റ്റ്നെസ് ഓഫ് തിങ്സ് പാസ്റ്റ്. അതായത് ഭൂതകാലത്തോട് ഒരു പ്രത്യേക താല്പര്യം ഉടലെടുക്കുകയുണ്ടായി. ഹ്യൂമാനിസം അവേക്കൻഡ് ആൻ ഇൻട്രസ്റ്റ് ഇൻ സർവൈവിംഗ് റെമനൻസ് ഓഫ് ദി പാസ്റ്റ്. ഭൂതകാലത്തോടും ഭൂതകാലത്തിന്റെ അവശേഷിക്കുന്ന അവശിഷ്ടങ്ങളോടുമുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യവും ഒരു സ്നേഹവും ഈ ഹ്യൂമാനിസത്തിന്റെ ആവിർഭാവത്തോടു കൂടി ഉണ്ടാവുകയുണ്ടായി. എ ഗ്രേറ്റ് ഫെർവർ ഫോർ ആന്റിക്വിറ്റീസ്. ആന്റിക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ ഈ അവശിഷ്ടങ്ങളാണ്, ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ മനുഷ്യൻ അവശേഷിപ്പിച്ചിട്ട് പോയിട്ടുള്ള ആർക്കിയോളജിക്കൽ റെമനൻസ് എന്നോ ഒക്കെ നമുക്ക് പറയാം, അവശിഷ്ടങ്ങൾ. ടു ഡിസ്കവർ ന്യൂ മാനുസ്ക്രിപ്റ്റ്സ് ഏൻഷ്യന്റ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് വെയർ ബ്രോട്ട് ടു ലൈറ്റ്. അപ്പോൾ കൈയെഴുത്തു പ്രതികൾ കണ്ടെത്താനുള്ള തീവ്രമായിട്ടുള്ള ആ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് പുരാതന ചരിത്ര രചനകൾ പലതും വെളിച്ചത്ത് കൊണ്ടുവരികയുണ്ടായി. അപ്പൊ അതും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ചരിത്രരചനയ്ക്കുണ്ടായ ഒരു നേട്ടമാണ് ഈ റിനൈസൻസിന്റെ ഭാഗമായിട്ട്. ഇനി അഡ്വാൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ക്രിറ്റിസിസം, അതായത് വിമർശനാത്മകമായിട്ടുള്ള ചരിത്രരചന അല്ലെങ്കിൽ ചരിത്രത്തെ വിമർശന ബുദ്ധിയോടുകൂടി വിമർശനാത്മകമായിട്ട് സമീപിക്കുക എന്നത്. അതായത് കണ്ടതും കേട്ടതും അതുപോലെ രേഖപ്പെടുത്തുന്നത് ഉപേക്ഷിച്ച് എല്ലാത്തിനെയും ക്രിട്ടിക്കൽ മൈൻഡോടുകൂടി സമീപിക്കുകയും അത്തരത്തിൽ അനലൈസ് ചെയ്യുകയും വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉടലെടുത്തു. So humanist historiography marked a general advance of historical criticism. The Italian humanist who had reached a higher degree of critical awareness achieved a great clearing away of what had been fanciful and ill-founded medieval historiography. വിമർശനാത്മക അവബോധത്തിന്റെ ഉയർന്ന തലത്തിലെത്തിയ ഇറ്റാലിയൻ ഹ്യൂമാനിസ്റ്റുകൾ സാങ്കല്പികവും സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിൽ എഴുതിയ യാതൊരു വസ്തുതാപരമായ അടിത്തറയുമില്ലാത്ത ചരിത്രരചനകൾ പൊളിച്ചെഴുതുകയുണ്ടായി. അല്ലെങ്കിൽ അതിലെ പൊള്ളത്തരം അവർ തുറന്നു കാണിക്കുകയുണ്ടായി. അപ്പോൾ ഇത് മധ്യകാല ചരിത്ര രചനയിൽ നിന്നും വലിയൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. അതായത് 1440 in 1440 Lorenzo Valla wrote his famous criticism of the so-called donation of Constantine. 1440 ലോറൻസോ വാല കോൺസ്റ്റന്റൈന്റെ സംഭാവന എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഡോക്യുമെന്റ്, അതൊരു ഇംപീരിയൽ ഡിക്രിയാണ്, ഒരു രാജ ശാസനമെന്നോ
രാജകീയമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. അപ്പോൾ ഈ മിഡിൽ ഏജസിലേതാണ്, മിഡീവൽ കാലഘട്ടത്തിലെ ഒരു ഇമ്പീരിയൽ ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആണ്, രാജാവിന്റെ ഒരു ഓർഡർ ആണ് ഈ ഡോക്യുമെന്റ്. അതിനെതിരെ ഒരു പ്രസിദ്ധമായ വിമർശനം അദ്ദേഹം എഴുതുകയുണ്ടായി. 4-ാം നൂറ്റാണ്ടിലെ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റൈൻ ഒരു ഡിപ്ലോമാറ്റിക് ഇംപീരിയൽ ഡിക്രി അല്ലെങ്കിൽ നയതന്ത്ര രാജകീയ ഉത്തരവ് പ്രകാരം റോമൻ സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തിന്റെ അധികാരം മാർപ്പാപ്പയ്ക്ക് കൈമാറിയതായിട്ടുള്ള ഒരു രേഖയാണ് ഈ ഡൊണേഷൻ ഓഫ് കോൺസ്റ്റന്റൈൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു രേഖ ഫോർജ്ഡ് ആണ്, അല്ലെങ്കിൽ അസത്യമാണെന്നും അല്ലെങ്കിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും വ്യാജമാണെന്നും ലോറൻസോ വാല തെളിയിക്കുകയുണ്ടായി. അപ്പൊ പ്രസിദ്ധമായ ഈ വെളിപ്പെടുത്തൽ പുതിയ നവോത്ഥാന സ്കോളർഷിപ്പിന്റെ ഒരു വലിയ വിജയമായിരുന്നു. ദിസ് ഫേമസ് എക്സ്പോസ് വാസ് എ ഗ്രേറ്റ് ട്രയംഫ് ഓഫ് ദി ന്യൂ റിനൈസൻസ് സ്കോളർഷിപ്പ്. അപ്പൊ ഇതുപോലെ ലൈക്ക്വൈസ് മെനി മിത്സ് ഓഫ് ഒറിജിൻ വെയർ എക്സ്പ്ലോർഡ്. അപ്പൊ ഇതുപോലെ പല ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ കെട്ടുകഥകളും തുറന്നു കാണപ്പെടുകയുണ്ടായി. തുറന്നു കാണിക്കാൻ ഹ്യൂമാനിസ്റ്റുകളെ കൊണ്ട് ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ സാധിക്കുകയുണ്ടായി. മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് an Italian humanist in England, Polydore Virgil, in the early 16th century destroyed the legend about the foundation of Britain. ബ്രിട്ടന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടന്റെ അടിത്തറയെ പറ്റിയുള്ള ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു മിത്ത്, ഒരു ലെജൻഡ്, ഒരു ഐതിഹ്യം, അത് തെറ്റാണെന്ന് അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. അതായത് ബ്രിട്ടന്റെ സ്ഥാപനം എന്ന് പറയുന്നത് ബ്രൂട്ടസ് ദ ട്രോജൻ ആണ് നിർവഹിച്ചിരിക്കുന്നത് എന്ന് ഉള്ള ഒരു ഐതിഹ്യമാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ഐതിഹ്യത്തെ പൊളിച്ചെഴുതുകയും ഇംഗ്ലണ്ടിന്റെ നിർണായകമായിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ ഹിസ്റ്ററിക്ക് അടിത്തറയിടുകയും ചെയ്യുകയുണ്ടായി. റിനൈസൻസ് ഹിസ്റ്റോറിയൻസ്. റിനൈസൻസ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ ആരൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. മാനവിക ചരിത്ര രചനയുടെ അല്ലെങ്കിൽ ഹ്യൂമാനിസ്റ്റിക് ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഫസ്റ്റ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആദ്യം ഉണ്ടായ പ്രോഡക്ട്സ് എന്ന് പറയാൻ സാധിക്കുന്നത് 1453 പൂർത്തീകരിക്കപ്പെട്ട ഫ്ലാവിയോ ബിയോണ്ടോയുടെ റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ച അല്ലെങ്കിൽ തകർച്ചയുടെ ചരിത്രം, റോമൻ സാമ്രാജ്യത്തിന്റെ തകർച്ചയിൽ നിന്നുള്ള ചരിത്രം, ഹിസ്റ്ററി ഫ്രം ദി ഡിക്ലൈൻ ഓഫ് ദി റോമൻ എംപയർ എന്ന കൃതിയാണ്. ചരിത്രത്തെ ആസൂത്രിതമായി പുരാതന കാലം, മധ്യകാലം, ആധുനിക കാലം, ഇങ്ങനെ 3 കാലഘട്ടങ്ങളായി വിഭജിക്കാൻ ഈ ഒരു കൃതി തുടക്കമിട്ടു എന്നുള്ളതാണ്. എന്നാൽ അതിലും വലിയ വിജയങ്ങൾ ഫ്ലോറൻസിൽ ചരിത്രരചനയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. ആദ്യത്തെ ആധുനിക ചരിത്രകാരൻ എന്ന് അറിയപ്പെടുന്ന ലിയനാർഡോ ബ്രൂണി ഫ്ലോറന്റൈൻ ജനതയുടെ ചരിത്രം എഴുതുകയുണ്ടായി, അതായത് ഹിസ്റ്ററി ഓഫ് ഫ്ലോറന്റൈൻ പീപ്പിൾ. ഇതൊരു പുതിയ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുകയുണ്ടായി. 29ാമത്തെ വയസ്സിൽ ഇറ്റാലിയൻ ലാംഗ്വേജിൽ ഫ്രാൻസിസ്കോ ഗിസിയാർഡിനി എഴുതിയ ചരിത്രമാണ് ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസ്. ഫ്ലോറൻസിന്റെ ചരിത്രം, അതായത് 1378 തൊട്ട് 1509 വരെയുള്ള ഫ്ലോറൻസിന്റെ ചരിത്രമാണ് അദ്ദേഹം ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസ് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ കവർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു വർക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഹിസ്റ്ററി ഓഫ് ഇറ്റലിയാണ്. 10 വാല്യങ്ങളായി 10 വോളിയംസിലായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഹിസ്റ്ററി ഓഫ് ഇറ്റലി. മറ്റൊരു റിനൈസൻസ് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് മാക്കിയവെല്ലിയാണ്.
അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റ് ആണ്, നയതന്ത്രജ്ഞനാണ്, ഹിസ്റ്റോറിയൻ, ഡ്രാമാറ്റിസ്റ്റ്, ഫിലോസഫർ. അതായത് നയതന്ത്രജ്ഞൻ, ചരിത്രകാരൻ, നാടകകൃത്ത്, തത്വചിന്തകൻ എന്നീ നിലകളിലൊക്കെ തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് മാക്കിയവെല്ലി. അദ്ദേഹത്തിന്റെ ഗ്രേറ്റസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്, മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ദ പ്രിൻസ് എന്ന വർക്കാണ്. ഇറ്റ് ബ്രോട്ട് എ റെവല്യൂഷൻ ഇൻ പൊളിറ്റിക്കൽ ഫിലോസഫി. രാഷ്ട്രീയ തത്വചിന്തയിൽ ഒരു വിപ്ലവം തന്നെ ഈ കൃതി സൃഷ്ടിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മറ്റൊരു വർക്ക് ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസ് ആണ്. മാക്കിയവെല്ലിയെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട് ഓഫ് അക്വയറിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് സ്ട്രെങ്തനിങ് ദ സ്റ്റേറ്റ് എന്നുള്ളതാണ്. രാഷ്ട്രത്തെ സ്വായത്തമാക്കാനും പരിപാലിക്കാനും ശക്തിപ്പെടുത്താനുമുള്ള കലയാണ് രാഷ്ട്രീയം എന്നാണ് മാക്കിയവെല്ലിയുടെ അഭിപ്രായം. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി ഓഫ് ഫ്ലോറൻസ് ചരിത്രരചനയിൽ ഒരു നിർണായക വിപ്ലവമായിരുന്നു. ഇറ്റ് മാർക്ക്ഡ് എ റെവല്യൂഷൻ ഇൻ ഹിസ്റ്റോറിയോഗ്രഫി, dealt not merely with events but with causes and effects. വെറും ചരിത്രപരമായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ ഒരു വിവരണമോ വിശദീകരണമോ ഒന്നും ആയിരുന്നില്ല ഇതെന്ന് പറയുന്നത്. അതിന് പകരം കാര്യകാരണ സഹിതം യുക്തിസഹമായിട്ട് അദ്ദേഹം ഈ ചരിത്രരചന നിർവഹിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതായത് ഓരോ സംഭവ വികാസങ്ങളുടെയും കോസസും അതിന്റെ ഇഫക്ട്സും, കാരണങ്ങളും അതുപോലെ തന്നെ അതിന്റെ റിസൾട്ട്സും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുകയുണ്ടായി. റിട്ടൺ ക്ലിയർലി ഇൻ ദി ഹ്യൂമാനിസ്റ്റ് സെക്യുലാർ സ്പിരിറ്റ്. അതായത് മാനവികവും മതേതരവുമായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടിയാണ് അദ്ദേഹം തന്റെ ചരിത്രം അല്ലെങ്കിൽ ചരിത്രരചന നിർവഹിച്ചിരിക്കുന്നത്. സെന്റ് അഗസ്റ്റിനോടുകൂടി ഓപ്പൺ അപ്പ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ തുറക്കപ്പെട്ട തിയോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ചരിത്രം മാക്കിയവെല്ലിയോടുകൂടി അവസാനിക്കുകയാണ് ഉണ്ടായത്. The age that had opened with St. Augustine was buried by Machiavelli. The theological authoritarianism of the Middle Ages had given way to the empiricism of the Renaissance. അപ്പോൾ മിഡിൽ ഏജസിൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തിയോളജിക്കൽ അതോറിറ്റേറിയനിസം, ദൈവശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിൻ്റെതായിട്ടുള്ള ഒരു ആധിപത്യം റിനൈസൻസ് കാലഘട്ടത്തിന്റെ എംപിരിസിസം അല്ലെങ്കിൽ അനുഭവാത്മകതയിലേക്ക് വഴിമാറുകയുണ്ടായി. അപ്പം ഇത്രയുമാണ് റിനൈസൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ എങ്ങനെയാണ് റിനൈസൻസിന്റെ സ്വാധീനം, എങ്ങനെയൊക്കെ റിനൈസൻസ് ഹിസ്റ്റോറിയോഗ്രാഫിയെ സ്വാധീനിച്ചു, എന്തൊക്കെ മാറ്റങ്ങൾ ചരിത്രരചന രീതിശാസ്ത്രത്തിലുണ്ടായി എന്നുള്ള അതിൻ്റെ ഒരു വിവരണം, ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.